ചൈനീസ് ക്യൂസിൻ ഇഷ്ടമുള്ള ഒരാൾക്ക് മോമോസ് ഇഷ്ടമാവാതിരിക്കില്ല. സോസൊന്നും അധികം ആഡ് ചെയ്ത് വെജിറ്റബിൾസ് വെച്ച് നമുക്ക് മോമോസ് ചെയ്യാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും യൂസ് ചെയ്യാം. ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചപ്പാത്തിക്ക് ഒഴിക്കുന്നതിൽ കുറച്ചും കൂടെ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ ഒരു ഹാഫ് ക്യാബേജും ഒരു വലിയ ക്യാരറ്റും കുറച്ച് ബീൻസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചോപ്പറിലിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം നമുക്കൊന്ന് ചെറുതാക്കിയെടുക്കാം. മോമോസ് ഏത് ഫില്ലിങ് വെച്ച് നമുക്ക് തയ്യാറാക്കാം. ചിക്കനോ ബീഫോ ഏതാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ഫില്ലിങ്ങിലേക്ക് ഞാൻ ഒരു ചെറിയ സവാളയും 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ചൈനീസ് ഡിഷസ് കുക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ നോക്കുക. പാൻ ചൂടായി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഗാർലിക് ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സവാള ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. പിന്നെ ബീൻസ് ആഡ് ചെയ്യുക, ക്യാബേജും ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ ചേർക്കേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് വിനീഗറും സോയ സോസും കെച്ചപ്പുമാണ്. ഞാനിവിടെ എല്ലാം കുറച്ചാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിൻ്റെ ചൂടാറാനൊന്ന് മാറ്റി വയ്ക്കാം. കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നന്നായിട്ടൊന്ന് തിന്നായിട്ട് പരത്തിയെടുക്കണം. ഞാൻ ഇങ്ങനത്തെ കിച്ചൺ മാറ്റിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല തിന്നായിട്ട് കിട്ടും. പിന്നെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ കുക്കി കട്ടറോ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ചെറിയ സർക്കിൾസ് കട്ട് ചെയ്തെടുക്കാം. എനിക്ക് ഇതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നും ഇതുപോലെ പരത്തിയെടുക്കാം. പിന്നെ നമ്മൾ ഫില്ലിങ് ഇതിന് നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് പിന്നെ എഡ്ജസ് ഒന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോമോസിൻ്റെ ഷേപ്പ് ഏകദേശം കിട്ടി. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. എല്ലാം ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ സ്റ്റീം ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്രൈഡ് മോമോസാണ് താല്പര്യമെങ്കിൽ കുറച്ച് നേരം സ്റ്റീം ചെയ്തതിന് ശേഷം ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഞാനിപ്പോൾ സ്റ്റീം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഒരു 20 മിനിറ്റ്സ് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മോമോസ് റെഡി. മോമോസ് കുക്കാവുന്ന ടൈം കൊണ്ട് നമുക്ക് അതിനുള്ള ഒരു ചട്നിയും കൂടെ പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 3 പഴുത്ത തക്കാളിയും കുറച്ച് വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. ഞാൻ കാശ്മീരി റെഡ് ചില്ലിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു കളറിന്. ഇതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതൊന്ന് 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒരു കടായി ചൂടായി അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോമോസിൻ്റെ ചട്നിയും കൂടെ റെഡി. ചൈനീസ് ഡിഷസ് പൊതുവേ ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ മോമോസും ചട്നി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം അടിപൊളിയാണ് കേട്ടോ.